കഴിഞ്ഞ ദിവസം വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച ഫാദർ ഷിൻസിന്റെ മരണത്തിൽ അപവാദം പ്രചരിപ്പിച്ച ഒരു മാധ്യമ ചാനലിനെതിരെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് വക്കീലും കന്യാസ്ത്രീയുമായ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ എസ് ഡി. സിസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച വൈദികന് അവിടെ നിന്നിരുന്ന ട്രാൻസ്ഫോമറുമായും കറണ്ട് കമ്പിയുമായും ഒരേ സമയം അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയ ചാനലാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇതുപോലെ ക്രിയാത്മകമായി ചത്തുപണിയെടുക്കുന്ന ചാനലുകളാണ് ഇന്ന് സമർപ്പിതർക്ക് ആത്മാർത്ഥമായി ജീവിക്കാനുള്ള ആവേശവും സമാധാനമായി മരിക്കാനുള്ള കരുത്തും പ്രചോദനവും ആത്മവിശ്വാസവും പകരുന്നത്. നന്ദി ചാനലിൽ നന്ദി. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ വെച്ചും മരിച്ചവരെ വെച്ചും കഥകൾ മെനഞ്ഞ് പണമുണ്ടാക്കി കൂടുതൽ വാർത്തകളുമായി നിങ്ങൾ ജൈത്രയാത്ര തുടരുക. നിങ്ങളുടെ നാവിന് കൂടുതൽ കരുത്ത് ലഭിക്കാൻ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇനിയും റേറ്റിംഗ് ഉയരട്ടെ. ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും സിൽവർ ബട്ടണും ഗോൾഡൻ ബട്ടണും ഒക്കെ ലഭിക്കാൻ ഇനിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. പ്രിയ ഷിൻസച്ച, ആദരാഞ്ജലികൾ. ഇടിവെട്ടോ മിന്നലോ വാഹനാപകടമോ അസുഖം ബാധിച്ചുള്ള മരണമോ എന്തുമാകട്ടെ, മരിച്ചത് വൈദികനോ സന്യാസിനിയോ ആയാൽ മതി. അവിഹിതം മുഖ്യം വികിലേ. ഫിലിപ്പി 1:21 പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അതിപ്പോൾ ഷോക്കടിച്ച് മരിച്ചാലും, വണ്ടി ഇടിച്ച് മരിച്ചാലും, ചാനലുകാരുടെ അവിഹിതം ആരോപിക്കപ്പെട്ട് മരിച്ചാലും, അറ്റാക്ക് വന്ന് മരിച്ചാലും ശരി. നസ്രായന്റെ കൂടെ മേൽക്കീഴ് നോക്കാതെ ഇറങ്ങിപ്പോന്ന, പിന്തിരിഞ്ഞു പോകാൻ ഒരു തരി പോലും മനസ്സില്ലാത്ത ഏതൊരു പുരോഹിതനും സന്യാസിനിക്കും മരണം നേട്ടമാണ്. ശപിക്കപ്പെട്ടവനെന്ന് ക്രിസ്തുവിനെ ആരോപിച്ചതിനേക്കാൾ അധികമല്ലല്ലോ ഒരു അവിഹിതവും. അതുകൊണ്ട് ഫിലിപ്പി 1:23 പറയുന്നത് പോലെ, എൻ്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. എന്നാലും അവൻ വിളിക്കും വരെ അവനോടൊപ്പം ഞാൻ ജീവിക്കും.